വനത്തിനുള്ളിൽ ആദിവാസി കുടുംബങ്ങൾ കഴിയുന്ന 4 ഉന്നതികളിലേക്കുള്ള സഞ്ചരിക്കുന്ന റേഷൻ കട ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ മന്ത്രി ജി.ആർ. അനിൽ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. വാണിയമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നടന്ന പരിപാടിയിൽ ആര്യടൻ ഷൌക്കത്ത് എം.എൽ.എ സഞ്ചരിക്കുന്ന റേഷൻ കട ഫ്ളാഗ് ഓഫ് ചെയ്തു. പോത്തുകൽ പഞ്ചായത്തിലെ ഇരുട്ടുകുത്തി, തരിപ്പപ്പൊട്ടി, വാണിയമ്പുഴ, കുമ്പളപ്പാറ എന്നീ ഉന്നതികളിലെ 130 കുടുംബങ്ങൾക്കാണ് സഞ്ചരിക്കുന്ന റേഷൻ കട സഹായകമാവുക. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ പോത്തുകല്ല് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ എത്തിച്ചേരുന്ന സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ ഉദ്ഘാടന ചടങ്ങാണിത്. ഈ പോത്തുകല്ല് പഞ്ചായത്തിലെ കുമ്പളപ്പാറ ഉൾപ്പെടെയുള്ള ഉന്നതികളിൽ ഉന്നതികളിൽ താമസിക്കുന്ന ആദിവാസി സഹോദരങ്ങൾക്ക് ഇവിടെ റേഷൻ വാങ്ങാൻ എത്തിച്ചേരണമെങ്കിൽ 4 മുതൽ 9 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് റേഷൻ കടയിലെത്തുവാൻ. അതുകൊണ്ട് തന്നെ നിരവധി പ്രയാസങ്ങൾ, ഓരോ മാസത്തെയും ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങിപ്പോകാനുള്ള അസൗകര്യങ്ങൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഭക്ഷ്യവകുപ്പ് സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആ പ്രദേശങ്ങളിലെ എല്ലാ കുടുംബങ്ങൾക്കും സൗജന്യമായി കൃത്യതയോടുകൂടി ഭക്ഷ്യധാന്യം എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കുന്നത്. കേരളത്തിൽ 148 ഉന്നതികളിൽ ഇതുപോലെ സഞ്ചരിക്കുന്ന റേഷൻ കട ഓരോ മാസവും അതത് പ്രദേശങ്ങളിലെ ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യധാന്യം എത്തിച്ചു കൊടുക്കുകയാണ്. ഗവൺമെൻറ് ഭാരിച്ച ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് ഇത്തരം പദ്ധതി നടപ്പാക്കുന്നത് എല്ലാ കുടുംബങ്ങൾക്കും ഭക്ഷണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. പട്ടിണി കിടക്കുന്ന ഒരാളും കേരളത്തിലുണ്ടാകാൻ പാടില്ല. വിശപ്പ് രഹിത കേരളമെന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നയം പൂർണ്ണമായി നടപ്പാക്കാൻ ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ടതും യാത്രാ സൌകര്യങ്ങൾ കുറവുള്ളതുമായ പ്രദേശങ്ങളിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു നൽകുന്നതിനായാണ് സഞ്ചരിക്കുന്ന റേഷൻ കടകൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. പകൽ പോലും കാട്ടാനകൾ മേയുന്ന കാട്ടിലൂടെ വളരെ കഷ്ടപ്പെട്ടാണ് ആദിവാസികൾ റേഷൻ വാങ്ങാൻ കിലോമീറ്ററോളം കാൽനടയായി സഞ്ചരിക്കുന്നത്. കുമ്പളപ്പാറ ഉന്നതിയിലെ കുടുംബങ്ങൾ 10 കിലോമീറ്റർ ദൂരം കാൽനടയായി സഞ്ചരിച്ചു വേണം മുണ്ടേരിയിലെ റേഷൻ കടയിലെത്താൻ. സഞ്ചരിക്കുന്ന റേഷൻ കട സജ്ജമാകുന്നതോടെ ഇവരുടെ കഷ്ടപ്പാടിന് അറുതിയാവും. ചടങ്ങിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശൻ, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി മാത്യു, പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം.എ. ജോസ്, പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷറഫുന്നീസ, മെമ്പർമാരായ പി. മാധവൻ, അനിൽകുമാർ, ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ടി. അജിത് കുമാർ, താലൂക്ക് സപ്ലൈ ഓഫീസർ വി. പി. ബാലകൃഷ്ണൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സംബന്ധിച്ചു. ഈ പദ്ധതി നിങ്ങളുടെ വീട്ടിലേക്ക് റേഷൻ എത്തിക്കുന്ന മൊബൈൽ റേഷനിംഗ് സംവിധാനം അത് ഉണ്ടാക്കിയെടുക്കാൻ അതിന് നേതൃത്വം നൽകിയ മന്ത്രിയെയും അതുപോലെ തന്നെ സംവിധാനങ്ങളെയും എല്ലാം അഭിനന്ദിക്കുന്നു. നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് നേടിയെടുക്കാമെന്ന് മാത്രമാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ. വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എലങ്കൂർ.